ക്യാൻസർ ഗവേഷണത്തിൽ ഒരു സുപ്രധാന മുന്നേറ്റമെന്നോണം ഫ്ലോറിഡ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ട്യൂമറുകൾക്കെതിരെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു പരീക്ഷണാത്മക mRNA വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നു. നേച്ചർ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന പഠനത്തിൽ പറയുന്നത്, ഈ വാക്സിൻ സാധാരണ ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകളായ ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ് ഇൻഹിബിറ്ററുകളുമായി ചേർത്ത് ഉപയോഗിച്ചപ്പോൾ എലികളിൽ ശക്തമായ ട്യൂമർ വിരുദ്ധ ഫലം ഉണ്ടാക്കി എന്നാണ്. ഈ കണ്ടുപിടുത്തത്തെ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാക്കി മാറ്റുന്നത് ഈ വാക്സിൻ ഏതെങ്കിലും പ്രത്യേക ട്യൂമർ പ്രോട്ടീനുകളെ ലക്ഷ്യം വെക്കുന്നില്ല എന്നതാണ്. പകരം ഒരു വൈറസിനെതിരെ പോരാടുന്നത് പോലെ ഇത് പ്രതിരോധ സംവിധാനത്തെ സജീവമാക്കുകയാണ് ചെയ്യുന്നത്. PD-L1 എന്ന പ്രോട്ടീൻ ട്യൂമറുകൾക്കുള്ളിൽ വർദ്ധിപ്പിച്ച് ഇത് സാധ്യമാക്കിയതിലൂടെ ട്യൂമറുകൾ ചികിത്സയോട് കൂടുതൽ പ്രതികരിക്കുന്നതായി കണ്ടെത്തി. ശസ്ത്രക്രിയ, റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി എന്നിവയെ മാത്രം ആശ്രയിക്കാതെ ക്യാൻസറിനെ ചികിത്സിക്കുന്നതിനുള്ള ഒരു പുതിയ വഴിക്ക് ഈ കണ്ടുപിടുത്തം വഴിയൊരുക്കുകയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെയാണ് ഈ പഠനം നടന്നത്. മനുഷ്യരിലുള്ള ഭാവി പഠനങ്ങളിലും സമാന ഫലങ്ങൾ കാണുകയാണെങ്കിൽ ഈ ഗവേഷണം പലതരം ചികിത്സിക്കാൻ പ്രയാസമുള്ളതും പ്രതിരോധശേഷിയുള്ളതുമായ ക്യാൻസറുകളെ ചികിത്സിക്കാൻ സഹായിക്കുന്ന ഒരു സാർവത്രിക ക്യാൻസർ വാക്സിന്റെ വികസനത്തിന് വഴിയൊരുക്കും.